ഇത് റിയാൻ പരാഗിന്റെ കഥയാണ്. രാജസ്ഥാൻ റോയൽസിന്റെ വലം കയ്യൻ ബാറ്റർ, അസം സ്വദേശി. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം പതിപ്പിന് തുടക്കമാകുന്നതിന് മുമ്പുള്ള സമയം ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ഒരു സംസാരമുണ്ടായിരുന്നു. രാജസ്ഥാൻ റോയൽസിന് 5 ബാറ്റർമാരും 5 ബൗളർമാരുമുണ്ട്, പിന്നെ ഒരു റിയാൻ പരാഗും. മോശം പ്രകടനം നടത്തുന്ന ഒരു കളിക്കാരനുള്ള പരിഹാസമായിരുന്നു അത്. IPL-ൽ രാജസ്ഥാൻ റോയൽസ് 3 മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ കഥ മാറി. ഇന്നയാൾ റിയാൻ പരാഗല്ല, റോയൽ പരാഗാണ്. രണ്ട് മത്സരത്തിൽ അയാൾ ഒറ്റയ്ക്ക് സാഹചര്യങ്ങൾ മാറ്റിമറിച്ചു. ഈ ഒരു മാറ്റത്തിന് പിന്നിൽ കഠിനാധ്വാനത്തിന്റെ കഥയുണ്ട്. തിരിച്ചുവരവനായുള്ള ആഗ്രഹമുണ്ട്. IPL-ന് ദിവസങ്ങൾക്ക് മുമ്പാണ് പരാഗ് പരിക്കുമായി ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലെത്തുന്നത്. IPL കളിക്കണമെന്ന ആഗ്രഹവുമായി പരിക്കിനെ മറികടക്കാൻ പരാഗ് പ്രത്യേകം ശ്രദ്ധിച്ചു. ഇത് കണ്ട് ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവ് പറഞ്ഞു, ഇത് പുതിയ റിയാൻ പരാഗ് ആണ്, അതായത് റിയാൻ പരാഗ് 2.0. ലക്നൌവിനെതിരെ ആദ്യ മത്സരത്തിൽ പരാഗ് ഭേദപ്പെട്ട സംഭാവന നൽകി. പക്ഷേ ശാരീരിക അസ്വസ്ഥതകൾ കാരണം വീണ്ടും കിടപ്പിലായി. ഡൽഹിക്കെതിരായ മത്സരത്തിൽ തിരിച്ചെത്തി. തന്റെ ടീം തകർന്നപ്പോൾ തകർപ്പൻ ഒരു ഇന്നിംഗ്സിലൂടെ പരാഗ് കളം പിടിച്ചു. മുംബൈ ഇന്ത്യൻസിനെതിരെയും പരാഗായിരുന്നു രാജസ്ഥാന്റെ താരം. കഴിഞ്ഞ 3-4 വർഷമായി അയാൾ പ്രതിസന്ധിയുടെ നടുക്കടലിലായിരുന്നു. മോശം ഫോം അയാളെ അലട്ടിയ കാലം. പക്ഷേ പരാഗിന് പിന്തുണയുമായി അയാളുടെ മാതാവുണ്ടായിരുന്നു. തന്റെ മകന്റെ കഴിവിൽ ആ മാതാവ് വിശ്വസിച്ചു. മകന്റെ പ്രകടനം കാണാൻ സ്റ്റേഡിയങ്ങളിലെത്തി. പരാഗ് നിരാശപ്പെടുത്തിയില്ല. രാജസ്ഥാൻ റോയൽസ് പരിശീലകൻ കുമാർ സംഗക്കാര, നായകൻ സഞ്ജു സാംസൺ ഇവരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ചു. ടീമിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇന്നിംഗ്സ് കെട്ടിപ്പൊക്കി. ഇപ്പോൾ ഓറഞ്ച് ക്യാപ്പുമായി IPL-ലെ റൺവേട്ടക്കാരുടെ പട്ടികയിൽ ഒന്നാമൻ. 22-കാരൻ താരം ഇപ്പോഴൊരു യാത്രയിലാണ്. അത് ഇന്ത്യൻ ദേശീയ ടീമിലേക്കാണ്.